ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. AI ആപ്പുകളിൽ വിപ്ലവം സൃഷ്ടിച്ച ഡീപ്സീക്ക്, ഇലോൺ മസ്കിന്റെ ഏറ്റവും പുതിയ ചാറ്റ് ബോട്ട് തുടങ്ങിയ കൂട്ടുകാർ ഇറങ്ങിക്കേണ്ട ഒട്ടനവധി AI ആപ്പുകളെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. AI എന്ന അതിവിശാലമായ കടലിൽ വമ്പന്മാരെ വിറപ്പിച്ചുകൊണ്ട് വമ്പൻ എൻട്രി നടത്തിയ ആ തിമിംഗലമാണ് ഡീപ്സീക്ക്. തിമിംഗലത്തിന്റെ ലോഗോയുമായി ഇറങ്ങിയ ചൈനീസ് AI മോഡൽ. ലോകമെങ്ങും വളരെ പെട്ടെന്ന് ഡീപ്സീക്ക് തരംഗമായി. ആപ്പ് സ്റ്റോറുകളിൽ ഇത് ഡൗൺലോഡ് ചെയ്യാൻ ആവേശമായി. AIയിലെ സ്പുട്നിക് നിമിഷമെന്നാണ് ഇത് പുറത്തിറങ്ങിയപ്പോൾ മാധ്യമങ്ങൾ ഇതിനെ വിശേഷിപ്പിച്ചത്. ബഹിരാകാശത്ത് വൻ കുതിപ്പുകൾ നടത്തിയിട്ടും ഇന്ത്യക്ക് സ്വന്തമായി ഒരു AI ആപ്പില്ല. ഡീപ്സീക്കിന്റെ ചരിത്ര നേട്ടം ഇന്ത്യക്ക് പ്രചോദനമാകുമെന്ന് കരുതാം. ഡീപ്സീക്കിനോട് എന്തും ചോദിക്കാം, കൃത്യവും വിശദവുമായ ഉത്തരങ്ങൾ ലഭിക്കും. മലയാളമടക്കം ലോകത്തിലെ ഏത് ഭാഷയും അത് വൃത്തിയായി കൈകാര്യം ചെയ്യും. ചൈനയെക്കുറിച്ചുള്ള ഉത്തരങ്ങൾ സെൻസർ ചെയ്യപ്പെടാം എന്ന് മാത്രം. ഏതാണ് ആദ്യ AI ആപ്പ്? ഉത്തരം പറയാൻ എളുപ്പമല്ല, പക്ഷേ AI ആപ്പുകൾക്ക് വഴിയൊരുക്കിയത് എലിസയാണെന്ന് പറയാം. ആപ്പുകളിലെ സൂപ്പർ സ്റ്റാറായ AI ആപ്പുകൾ മനുഷ്യർ ചെയ്യുന്ന പല ജോലികളും അവരെ പോലെയോ അതിലും മികവോടെയോ ചെയ്യും. മാത്രമല്ല, ചില ജോലികൾ ഉണ്ടാക്കുന്ന മടുപ്പും സമയനഷ്ടവും ഒഴിവാക്കുകയും ചെയ്യും. മനുഷ്യരുടെ സംസാരം മനസ്സിലാകുന്ന വെർച്വൽ അസിസ്റ്റന്റുകളായ സിറി, ഗൂഗിൾ അസിസ്റ്റന്റ്, അലക്സ എന്നിവ ഡീപ്പ് ലേണിംഗ് ഉപയോഗിക്കുന്നുണ്ട്. AI ലോകത്തെ സൂപ്പർ താരമാണ് ChatGPT. നമ്മൾ ചോദിക്കുന്ന എന്തും നമ്മളുടെ ഭാഷയിൽ തന്നെ ഉത്തരം പറയാനുള്ള അത്ഭുതകരമായ കഴിവാണ് ഇതിനെ ജനപ്രിയമാക്കിയത്. ഗൂഗിൾ പുറത്തിറക്കിയ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായിയാണ് സോക്രട്ടിക്. ഹോംവർക്കിലെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ഈ ആപ്പിനോട് ചോദിക്കാം. ടെക്സ്റ്റ് രൂപത്തിലോ വീഡിയോ രൂപത്തിലോ ഇന്റർനെറ്റിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച വിവരങ്ങൾ തന്നെ ഈ ആപ്പ് നൽകും. ഗണിതശാസ്ത്രം, ശാസ്ത്രം, ചരിത്രം എന്നിങ്ങനെ ഏത് വിഷയത്തിലും ഇത് സഹായിക്കും. പാട്ട് പഠിപ്പിക്കാൻ AI. സരേഗമ ഇൻഡസ്ട്രീസ് പുറത്തിറക്കിയ പാട്ട് പഠിപ്പിക്കുന്ന AI ആപ്പാണ് പതനിസ. ഗൂഗിളിന്റെ ഡിജിറ്റൽ സഹായിയാണ് ഗൂഗിൾ അസിസ്റ്റന്റ്. ആൻഡ്രോയിഡ് ഉപകരണങ്ങളിൽ ഇത് ഉപയോഗിച്ച് കോൾ ചെയ്യാം, മറ്റ് ആപ്പുകൾ തുറക്കാം, പാട്ടോ സിനിമയോ പ്ലേ ചെയ്യാം. ആമസോണിന്റെ സ്വന്തം ഡിജിറ്റൽ സഹായിയാണ് അലക്സ. ഇന്ന് സ്മാർട്ട് ഫോണുകൾ മുതൽ സ്മാർട്ട് കണ്ണടകളിൽ വരെ അലക്സയുണ്ട്. പേര് വിളിച്ച് കാര്യം പറഞ്ഞാൽ ഒരു മടിയുമില്ലാതെ സഹായത്തിനെത്തും. വാട്സാപ്പ് മുതൽ വീഡിയോ ഗെയിമുകളിൽ വരെ അവതാർ ആവശ്യമാണ്. ഇത്തരം അവതാറുകൾ നിർമ്മിക്കാനുള്ള AI ആപ്പാണ് മാജിക് AI. ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയിൽ നിന്നാണ് അവതാർ നിർമ്മിക്കുന്നത്. മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകൾ മനസ്സിലാകുന്ന ഡിജിറ്റൽ സഹായിയാണ് ജെമിനി. ഗൂഗിളിന്റെ ഈ ജനറേറ്റീവ് ചാറ്റ് ബോട്ട് മുൻപ് ബാർഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മൈക്രോസോഫ്റ്റിന്റെ AI ആപ്പാണ് കോപൈലറ്റ്. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ മാത്രമല്ല, ഇതുപയോഗിച്ച് ചിത്രങ്ങൾ സൃഷ്ടിക്കാനും യാത്രകൾ പ്ലാൻ ചെയ്യാനും വ്യക്തികൾക്കനുസരിച്ച് വ്യായാമം ഡിസൈൻ ചെയ്യാനും ഇതിന് കഴിയും. സംസാരിക്കാൻ ആരുമില്ലെന്ന് വിഷമിക്കുന്നവർക്ക് ഒരു AI ചങ്ങാതിയാണ് റെപ്ലിക്ക. ഫോണിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു വെർച്വൽ AI ഫ്രണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഈ ആപ്പെല്ലാം സേഫ് ആണോ? AI ആപ്പുകൾ നല്ലത് മാത്രമേ ചെയ്യൂ എന്ന് കരുതരുത്. സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ അവ നമ്മെ കുഴപ്പത്തിൽ ചാടിച്ചേക്കാം. ആപ്പ് ഉപഭോക്താവിൻ്റെ വ്യക്തിവിവരങ്ങളും സ്വകാര്യതയും ചോരാനുള്ള സാധ്യതയാണ് ഇതിലേറ്റവും ഗുരുതരം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.